യുദ്ധങ്ങൾ രാജ്യങ്ങൾക്കുണ്ടാക്കുന്ന സാമ്പത്തിക ചെലവ് വളരെ വലുതാണ്. ഇറാനുമായുള്ള യുദ്ധം ഇസ്രയേലിന് പ്രതിദിനം 2463 കോടി രൂപ ചെലവ് വരുത്തിവെക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനും ഇസ്രയേലിനും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾക്കും വലിയ സാമ്പത്തിക ഭാരമാണ് യുദ്ധം വരുത്തിവെക്കുന്നത്. ഇറാനിൽ നിന്നും തൊടുത്തുവിടുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുന്നതിനാണ് ഏറ്റവും അധികം ചിലവ് വരുന്നത്. ഇറാൻ തൊടുത്തുവിടുന്ന ദീർഘദൂര മിസൈലുകൾ തടുക്കുന്നത് ഇസ്രായേലിന്റെ ആരോ 2, ആരോ 3 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. ആരോ 3യിലെ ഒരു മിസൈലിന്റെ ചെലവ് 26 കോടി രൂപയാണ്. ക്രൂസ് മിസൈലുകളെയും മധ്യദൂര മിസൈലുകളെയും റോക്കറ്റുകളെയും തടുക്കുന്ന ഡേവിംഗ് സ്ലിംഗ് പ്രതിരോധ സംവിധാനത്തിലെ ഓരോ മിസൈലുകൾക്കും 8 കോടി രൂപയാണ് ചിലവ്. അമേരിക്കൻ നിർമ്മിത താഡ് പ്രതിരോധ മിസൈലിന് 110 കോടി രൂപ വരെയാണ് ചിലവ്. F-35 പോർ വിമാനങ്ങൾക്ക് പറക്കാൻ മണിക്കൂറിന് $10,000 ചിലവ് വരുന്നത്. ഇതിന് പുറമെയാണ് MK-84 പോലുള്ള ബോംബുകളുടെ ചിലവ്. 13 ലക്ഷം രൂപയാണ് ഒരു MK-84ന്റെ വില. ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂണീഷനുകൾക്ക് ഒരു യൂണിറ്റിന് 31 ലക്ഷം രൂപ വരെ വിലയുണ്ട്. ഇറാന്റെ സൈനിക ചെലവുകൾ ഇസ്രായേലിനേക്കാൾ കുറവാണെങ്കിലും അവരുടെ മിസൈൽ ആക്രമണങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും വലിയ തുക മുടക്കേണ്ടി വരുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ചെറുതല്ല. യുദ്ധം മൂലം എണ്ണവിലയും ചരക്കു നീക്കത്തിനുള്ള ചെലവും വർദ്ധിക്കുന്നത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. ജനങ്ങൾ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് മാറുന്നത് ഓഹരി വിപണിയിലും ഇടിവുണ്ടാക്കും. സംഘർഷം തുടർന്നാൽ ആഗോള സാമ്പത്തിക മേഖല അസ്ഥിരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിസർച്ച് ഡെസ്ക് 24.